എടി നന്ദനെ കാണാനില്ല. അച്ചടാ, അത് കഷ്ടമായി പോയല്ലോ. ഇതാണോ ഇത്രയും വലിയ ന്യൂസ്? ഡീ, നന്ദനെ കാണാനെന്ന് വെച്ചാ നന്ദൻ വീട്ടിന് പുറത്തു പോയിക്കുന്നല്ല. നന്ദൻ എങ്ങോട്ട് പോയിരിക്കുന്നു? നന്ദൻ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അവൻ ഇത് എവിടെയെങ്കിലും പോയാൽ നമുക്ക് എന്തടാ? അവൻ പോയിട്ട് വരട്ടെ, നാടൊക്കെ ചുറ്റിയടിച്ച് തിരിച്ചു വരട്ടെ. ഡേ, നീ എന്നെ കളിയാക്കുവാണോ? നീ ഇന്ന് നന്ദനെ പോലീസിൽ ഹാജരാക്കാനിരുന്നതാ. ആ ദിവസം അവനെ കാണാതായത്. വല്ല നന്ദൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളാ അവൻ. അപ്പൊ അവനെ കാണാതായ നമ്മൾ പേടിക്കണ്ടേ? പേടിക്കേണ്ടത് നമ്മളല്ലല്ലോ, അവരാ, ചന്ദ്രോത്തുകാര്. നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അവനെ ചന്ദ്രോത്തുനിന്ന് കൊണ്ടുപോയത് ഞാനാ. അവനിപ്പോഴേ എന്റെ കസ്റ്റഡിയിലാ. ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അല്ലേ അവന്? അതോ ഒന്ന് രണ്ട് വട്ടം ചില നീക്കങ്ങളിൽ ഞാൻ തോറ്റുപോയപ്പോ നീ എന്നെ അങ്ങ് എഴുതി തള്ളിയാ? ഞാൻ ഇസബല്ലയാടാ, ചാരത്തിന്ന് ഉയർന്നു വന്ന ഇസബല്ല. ആ ഹരിയും ചന്ദ്രോത്തുകാരും ചേർന്ന് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാനല്ലേ പ്ലാൻ ചെയ്തേ? പക്ഷേ അതിനു മുന്നേ ഞാൻ അവനെ ജയിലിലാക്കി. ഞാൻ അയച്ച ആളുകള് ഇന്നലെ നന്ദനെ ചന്ദ്രോത്തുനിന്നും പൊക്കി. അവനിപ്പോ ഒരു രഹസ്യ താവളത്തിലുണ്ട്. എന്താ പേടിച്ച് നീ അങ്ങ് മരവിച്ചു പോയ? ആ ഹരിയും കൂട്ടരും അന്വേഷണത്തിനിറങ്ങി ഓരോരോ നീക്കങ്ങൾ തുടങ്ങിയതോടെ എന്റേതായ പ്ലാനിങ് ഞാനും ആരംഭിച്ചു. നന്ദനെ പോലീസിൽ ഹാജരാക്കിയ നമ്മൾ ചിലപ്പോ കുടുങ്ങും. നന്ദനെ എന്നേക്കുമായിട്ട് കൈവിട്ടു പോവുകയും ചെയ്യും. ഇത് രണ്ടും എനിക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെയാ ഇന്നലെ ഞാൻ ചന്ദ്രോത്തേക്ക് ആളെ അയച്ചത്. നന്ദനെ ചന്ദ്രോത്തുനിന്ന് പൊക്കി ഒരു രഹസ്യ കേന്ദ്രത്തിലെത്തിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു. അവരത് കൃത്യമായിട്ട് ചെയ്തു. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുകയല്ലേ ചെയ്യാ? പോലീസ് അന്വേഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലോ. അതിന്റെ കാര്യങ്ങള് അതിന്റെ രീതിക്ക് അങ്ങ് നടന്നോളും. നീ ഇതെന്ത് കൂളായിട്ടാ പറയുന്നേ? എടി, കാര്യങ്ങൾ കൈവിട്ടു പോവും. കാര്യങ്ങൾ കൈവിട്ടു പോവാനോ? ഈ കൈയടാ എല്ലാത്തിന്റെ പിറയില്. ഈ കൈയുടെ ശക്തി ദേവിക അറിയാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കും. അവനിപ്പോ എവിടാ? അവന്റെ അവസ്ഥ എന്താ? അവനെന്താ പറയുന്നേ? നീ അയച്ച ആൾക്കാർ കാര്യങ്ങൾ അറിയിച്ചോ? എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇവിടുന്ന് ഉടനെ തന്നെ അങ്ങോട്ട് പോവാം. എനിക്ക് നന്ദനെ ഒന്ന് കാണണം. വല്ല നന്ദനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ പിന്നെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.